പ്രവാചകന്മാരുടെ ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഉപ്പയുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങൾ അള്ളാഹു ഓരോ വർഷവും ഓർമ്മിപ്പിക്കുകയാണ്. ഈ വാർഷികം എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് വരുന്നത് അങ്ങനെയാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. സമയവും ദിവസവും മാസവും നിർണയിച്ചത് അല്ലാഹുവാണ്. റബ്ബ് തആല പറയുന്നു ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. പ്രപഞ്ചം എന്നുണ്ടായിട്ടുണ്ടോ അന്നു മുതൽ ഭൂമിയിലെ സമയക്രമം 12 മാസങ്ങളായി അള്ളാഹു നിർണയിച്ചു. അതാണ് ഷഹർ എന്ന വാക്ക് 12 തവണയാണ് ഖുർആൻ ഉപയോഗിച്ചത്. വലിയ അത്ഭുതമാണത്. ഷഹർ എന്ന് ഉപയോഗിച്ചത് 12 തവണയാണ്, 12 മാസങ്ങളാണ്. യൗം ദിവസം എന്ന വാക്ക് അള്ളാഹു ഖുർആനിൽ ഉടനീളം ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ 316 തവണയാണ്. വലിയ വലിയ അത്ഭുതങ്ങളാണ്. ആ 12 മാസം പൂർത്തിയാകുമ്പോൾ ദുൽഹിജ്ജ നമ്മുടെ കലണ്ടറിലെ 12ാമത്തെ മാസമാണ് അല്ലെ. നമ്മുടെ മുഹറം സഫർ എന്ന് തുടങ്ങി നമ്മുടെ ഇസ്ലാമിക് കലണ്ടറിന്റെ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. മാസങ്ങളുടെ അവസാനത്തിലാണ് ഹജ്ജ്. ജീവിതത്തിന്റെ അവസാനത്തിലാണ് ഹജ്ജ് അധികവും വരാറുള്ളത്. നീട്ടിക്കൊണ്ടു പോകുന്നതിന് ഒരു വിരോധമില്ലെന്നാണ്. ജീവിതത്തിന്റെ നമുക്ക് സൗകര്യപ്പെടുന്ന സമയത്തേക്ക് അതിനെ മാറ്റിവെക്കാം. അല്ലെങ്കിൽ നേരത്തെ ഒരു ഹജ്ജ് ചെയ്യാം, പിന്നെ പറ്റുന്ന ഹജ്ജുകൾ സുന്നത്തുകൾ ചെയ്തുകൊണ്ടിരിക്കാം. മാസങ്ങളുടെ ഒടുക്കലാണത്.